നമസ്കാരം. ഞങ്ങള് തെരഞ്ഞെടുപ്പായതുകൊണ്ട് കുതിരപ്പുറത്താണ് യാത്ര. യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു? നന്നായി പോണു. നല്ല ചൂടുണ്ട് അല്ലേ? പൊതുവെ പിന്നെ മരമുള്ളതുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു കുളിർമയാണ്. പിന്നെ കൈതപ്പുറത്തിനടുത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ചൂടുണ്ടാവാനും പാടില്ലല്ലോ. പാട്ടിൻ്റെ തണുപ്പുണ്ടാവണം, വരികളുടെ തണുപ്പുണ്ടാവണം. എങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ്? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിലൊരു ചൂടാണല്ലോ. എല്ലാം വന്നിട്ടുണ്ടാവും, എല്ലാ പാർട്ടിക്കാരും വന്നിട്ടുണ്ടാവും അല്ലേ? 3 പേരും വന്നിട്ടുണ്ടാവും. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പം വളരെ ആക്റ്റീവ് അല്ല അല്ലേ? ഉണ്ട്. പാട്ടുകൾ ഇപ്പോൾ എഴുതുന്നുണ്ട്. എൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതിയത് ഇന്ന് എഴുതി. ആഹാ, നോക്കൂ, നമ്മൾ വന്ന ദിവസം ആ വരി നമുക്കൊന്ന് കേൾക്കാം. ഇന്നിപ്പോ എഴുതി. അപ്പൊ ഫ്രഷ് ആയിട്ട് നമ്മൾ സാധാരണ ജയരാജന് അയച്ചു കൊടുത്തു. ജയരാജനാ? അപ്പൊ നോക്കൂ, സാധാരണ രീതിയിൽ ഈ പിടയ്ക്കണ മീനെന്ന് പറയും, അതേപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചായ എന്ന് പറയും. അതേപോലെ എഴുതി കഴിഞ്ഞ കവിത ചൂടാറാതെ കിട്ടുകയാണ് നമുക്ക്. ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് ഇനി എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്യുന്നത് അല്ലേ? എനിക്കൊന്നു ഈ സിനിമകളിൽ പൊതുവെ കൈതപ്രത്തിന്റെ രചനകളിൽ ആദ്യം എഴുത്ത് പിന്നെ സംഗീതം എന്നാണോ, അതോ ആദ്യം സംഗീതം മാറി മാറി വരും? എല്ലാം ചെയ്യാറുണ്ട്. കുറെയൊക്കെ ട്യൂൺ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത് അല്ലേ? ഏതാണ് ഏറ്റവും എളുപ്പം? എനിക്ക് രണ്ടും ഒരുപോലെ. ഈ കഥാസന്ദർഭം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ രംഗത്തെക്കുറിച്ച് വിശദീകരിക്കുമല്ലോ ആദ്യം. രണ്ടിനും വേണം. എന്നിട്ട് അതിനെ ആസ്പദമാക്കി പറയും അല്ലേ? ഓക്കെ, ഇതാണ് എഴുതിയത്. കൈതപ്രം എഴുതി, കൈതപ്രത്തിന്റെ കൈയെഴുത്തിലാണ് ഇതിന് കേൾക്കാൻ പോവാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ട എത്രയോ ഹിറ്റായ ഗാനം പോലെ ഹിറ്റാകാൻ സാധ്യതയുള്ള ഒരു ഗാനമാവട്ടെ ഇത്. ഒന്ന് അങ്ങയുടെ ശബ്ദത്തിൽ കേട്ടാൽ നന്നായിരിക്കും. കിഴക്കേ മാനത്തെ മാന്തോപ്പിൽ കിഴുക്കാന്തൂക്കായ മാവിന്മേൽ മനസ്സിനൊത്തൊരു നാട്ടുമാമ്പഴം തെളിഞ്ഞു നിൽപ്പുണ്ട്. കണ്ടു കണ്ട് കൊതിതുള്ളും ചെറുക്കൻ ഞാനുണ്ട്. അണ്ണാരക്കണ്ണന്റെ കണ്ണിൽപ്പെടാത്ത കന്നിമാമ്പഴം എന്റെ കിനാവിലെ നസ്രാണി പെണ്ണ്. അതാ, അണ്ണാരക്കണ്ണന്റെ കണ്ണിൽപ്പെടാത്ത കന്നിമാമ്പഴം എന്റെ കിനാവിലെ നസ്രാണി പെണ്ണ്. അല്ലേ? അപ്പോൾ അത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട പ്രണയത്തെ കുറിച്ചാണ്. ആഹാ, മനോഹരമാണ്. അപ്പൊ കഥയുടെ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിനെ വ്യത്യസ്തമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങനെ ഒരു കവിത കൂടി വരുന്നത്. ഇളവയിൽ അരയന്നത്തൂവൽ വിരിക്കുമൊരിടവഴിയിൽ നടവഴിയിൽ പടവുകളിൽ പനിമഴ പനിനീർ ചാറ്റുന്ന പള്ളിയറയിൽ മണിയറയിൽ അവരുടെ നറുമണം എന്നെ കുളിരണിയിക്കും. ഓക്കേ, കേൾക്കുന്ന സമയത്ത് ഈണത്തിലൂടെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീൽ ചെയ്യുക. അത് ജാസി ഗിഫ്റ്റ് ആണ്, ജാസിയാണ് ട്യൂൺ. ഓക്കെ, എനിക്കൊന്ന് ഏറെക്കാലത്തിന് ശേഷം ആദ്യത്തേതാണ്. പിന്നീട് ഈ അഴകാലിലെ അല്ലേ? അതാണ് എനിക്കൊന്ന് ഏറ്റവും ജാസിയുടെ ഏറ്റവും മനോഹരമായ മെലഡികളിൽ ഏറ്റവും മനോഹരമായ മെലഡി ആയിരുന്നു. ഒരുപക്ഷെ വേറെ ഒരു പാട്ടുണ്ട്, മറ്റേ എന്താണ് അത് എല്ലാരും ഈ കോളർ ട്യൂണായിട്ട് എടുക്കുന്ന ജാസിയുടെ പാട്ട്. അപ്പൊ ജാസിയുടെ ഒരു മ്യൂസിക്കിൽ വീണ്ടും മനോഹരമായ ഒരു ഗാനം വരാൻ പോകുന്നു. അതിലെ ആദ്യത്തെ വരികൾ ഇന്ന് ചൂടോടുകൂടി ശ്രീ കൈതപ്രം നമ്മളുമായിട്ടാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ഈ കവിതയിൽ നിന്ന് വന്നപ്പോഴാണ് ഈ കേരള സ്റ്റോറിയെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളുണ്ടല്ലോ പുറത്ത്. അപ്പോൾ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ പൊതുവേ സമൂഹത്തിൽ മതത്തിൻ്റെ, ജാതിയുടെ ഒക്കെയുള്ള വിഭജനത്തിൻ്റെ കലകളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചില സിനിമകളും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേരള സ്റ്റോറിയൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ കൈതപ്രത്തിന് എന്താ തോന്നുക? ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്പർദ്ധയില്ല. ആ സ്പർദ്ധയിൽ നിന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. എൻ്റെ കൂടെ മോൻ ഇങ്ങോട്ട് വന്നിട്ട് ഇയാള് ജംഷീറാണ്. ഇയാള് എൻ്റെ കൂടെ 16 കൊല്ലായി. 16 കൊല്ലമായിട്ട് ജംഷീർ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ എനിക്കെന്ത് ഇതൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. അത് ജീവിതത്തിലുണ്ട്. എൻ്റെ വീട്ടില് എൻ്റെ പൂജാമുറിയിൽ വരെ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, റിയൽ കേരള സ്റ്റോറി, അത് കേരളത്തിൽ ഇതാണ്. ഇതിനപ്പുറം പിന്നെ വിശദീകരണം ആവശ്യമില്ല. 16 വർഷമായി ജംഷീർ ഇതൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ടല്ലേ? എനിക്കൊരു 16 വർഷം മുമ്പ് ജംഷീറിനെ ഒപ്പം കൂട്ടുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അല്ല, അവനെന്നെ എനിക്ക് കത്തൊക്കെ അയച്ച് പരിചയപ്പെടുമ്പോൾ കാളികാവ് എന്ന സ്ഥലത്താണ് എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ നേരെ വരാൻ പറഞ്ഞു. പിന്നെ ഇവിടെ പഠിത്തമോ അല്ലെങ്കിൽ
ജോലിയൊക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ജംഷീർ അതൊരു എനിക്ക് തോന്നുന്നു കേരളത്തിൽ അധികം ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ലാത്തൊരു കഥയാണ്. ജംഷീറെ ഒരു നിമിഷം ഇത് അറിയണം ജംഷീർ. ഇതൊക്കെ ഈ പൊതുവായി കേരള സ്റ്റോറി എന്ന പേരിൽ നമ്മൾ അറിയേണ്ട കഥകളാണ്. ജംഷീർ 16 വർഷം മുമ്പാണ് എന്താണ് അന്നൊരു പ്രചോദനം ഉണ്ടായത് ഇങ്ങനൊരു കത്തെഴുതാൻ? ഇപ്പൊ പറയാൻ വയ്യ. എന്നാലും അന്ന് ആ സമയത്ത് 16 വർഷങ്ങൾക്ക് മുമ്പ് സാഹചര്യത്തിൽ കത്തെഴുതുകയാണ് ചെയ്തത്. എന്താ ആവശ്യപ്പെട്ടത്? ഒരു ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി. ആ കത്ത് കിട്ടുന്നു. കത്ത് കിട്ടുന്ന സമയത്ത് അങ്ങ് ആരാണെന്നറിയില്ലല്ലോ, അറിയില്ല. കത്തല്ലേ, അപ്പുറത്തൊരു മേൽവിലാസക്കാരൻ മാത്രമേ. എനിക്ക് ഞാൻ പിന്നെ അവൻ വീട്ടിൽ പോയപ്പോഴാണ് അഡ്രസ്സ് കിട്ടിയത്. അല്ലാതെ ഞാനൊന്നും അന്വേഷിച്ചില്ല. അവൻ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവന് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ജംഷീര വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു, കൂടെ വന്നു. 16 വർഷമായി ഒപ്പമുണ്ട്. ഒന്ന് നോക്കൂ. ഇപ്പോഴും എൻ്റെ എഴുതി കഴിഞ്ഞിട്ട് ജയരാജന് അയച്ചു കൊടുക്കുന്നവനാ. ആണല്ലേ? ഓക്കെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് വിശദീകരിക്കാവുന്നതിന് പോലെ വിശദീകരിച്ചാൽ അത് വൃത്തികേടാവുന്ന ഒരാശയമാണത്. പക്ഷേ 16 വർഷം മുമ്പ് അങ്ങനൊരു മേൽവിലാസക്കാരൻ്റെ ഒരു മറുപടി എഴുതുമ്പോൾ ശ്രീ കൈതപ്രം ഇത് ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വരുമെന്ന് കരുതി. ഇല്ല, അത് അന്നും ഇന്നും നമുക്ക് താല്പര്യമില്ല അത്തരം കാര്യങ്ങൾ. ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവൻ്റെ പശ്ചാത്തലം എന്താണെന്നോ അന്വേഷിച്ചിട്ടില്ല. അവനൊരു കുട്ടി പയ്യൻ ഇങ്ങോട്ട് വരുന്നു. അവൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. കൂടെ വന്നപ്പോൾ എൻ്റെ കുടുംബത്തിനും അവനും ഇഷ്ടമാണ്. എല്ലാവർക്കും അവനെ സമ്മതമാണ് എൻ്റെ കൂടെ. ഞങ്ങൾ അവൻ്റെ നൊയമ്പ് എടുക്കുന്ന സമയത്തൊക്കെ അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കും. ദ റിയൽ കേരള സ്റ്റോറി ഇത് കാണണം, ഇത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കൊന്നും ഇതിനപ്പുറം നമുക്ക് ഇനി ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല.